ആമസോണിൻ്റെ ഫാസ്റ്റ് ഡെലിവറീസ് മുതൽ വേൾഡ് വൈഡ് ആയിട്ടുള്ള ഗ്ലോബൽ ട്രേഡ് ഓപ്പറേഷൻസ് വരെയുള്ള കംപ്ലീറ്റ് കാര്യങ്ങളും നടക്കുന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന ഒരൊറ്റ ഫീൽഡിൻ്റെ ഗുണമാണ്. സോ ഇൻഫാക്റ്റ് ചുരുക്കത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് കീപ്സ് ദ വേൾഡ് റണ്ണിങ് എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. സോ ഈ വീഡിയോയിൽ നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും ലോജിസ്റ്റിക്സിനെ കുറിച്ചും ഇൻഡെപ്ത് ആയിട്ട് പോവുകയാണ്. By the way, if you are a first time visitor to this channel, thanks for tuning in. I am Abhin, a study abroad coach. We help the students with best and research based study abroad content. So take a pause and subscribe this channel right now. ഇനി അതല്ല നിങ്ങൾ ഓൾറെഡി സബ്സ്ക്രൈബ്ഡ് ആണെങ്കിൽ താങ്ക്സ് വൺസ് അഗെയിൻ ഫോർ കമ്മിങ് ബാക്ക് ടു ദിസ് ചാനൽ. സോ ഈ വീഡിയോയിലൂടെ നമ്മൾ എന്താണ് ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്, ഇതിൻ്റെ ഫ്യൂച്ചർ സ്കോപ്പ് എന്താണ്, എന്തൊക്കെയാണ് ഹയർ ഇൻകം ഓപ്പർച്യൂണിറ്റീസ് അല്ലെ ജോബിനുള്ള പൊട്ടൻഷ്യൽ ഈ ഫീൽഡിലുള്ളത്, ഏതൊക്കെ കൺട്രീസാണ് ഇതിൽ ബെസ്റ്റ് ആയിട്ടുള്ളത്, ഇനി എന്തൊക്കെ സ്കിൽസ് ഉണ്ടെങ്കിലാണ് ഈ ഫീൽഡിൽ നല്ല കരിയറിൽ എത്താൻ വേണ്ടി പറ്റുക തുടങ്ങി A to Z കാര്യങ്ങൾ നമ്മൾ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് അരിച്ച് പെറുക്കി കലക്കി കുടിക്കാൻ പോവുകയാണ്. സോ ഇതൊരു ലെങ്തി വീഡിയോ ആയിരിക്കും, അതുകൊണ്ട് തന്നെ പ്ലീസ് ബി അൺഡിസ്ട്രാക്റ്റഡ്, സ്റ്റേ ടിൽ ദി എൻഡ്, എന്നാൽ മാത്രമേ നിങ്ങൾക്ക് വാല്യുബിൾ ആയിട്ടുള്ള ഇൻഫർമേഷൻ കിട്ടുകയുള്ളൂ. സോ സ്റ്റാർട്ടിങ് വിത്ത് ദ ഫസ്റ്റ് സെഗ്മെൻറ്റ്, വാട്ട് ഈസ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. വലിയ റോക്കറ്റ് സയൻസ് ഇല്ലാണ്ട് സിമ്പിളായിട്ടൊരു എക്സാമ്പിൾ കൊണ്ട് ഒന്ന് മനസ്സിലാക്കാം എന്താണ് ഈ ഒരു സെഗ്മെൻ്റ് എന്നുള്ളത്. നമ്മൾ പലപ്പോഴും കഴിക്കുന്നൊരു കാര്യമാണ് ബിസ്ക്കറ്റ്. സോ എങ്ങനെയാണ് ഈ ബിസ്ക്കറ്റ് നമ്മുടെ കയ്യിൽ എത്തുന്നത്, ആ ഒരു ബിസ്ക്കറ്റിൻ്റെ കേസ് വെച്ചിട്ട് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിനെ നമുക്കൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. സോ ബിസ്ക്കറ്റിൻ്റെ ബേസ് എന്ന് പറയുന്നത് മൈദയാണ്. അത് എവിടെ നിന്നാണ് വരുന്നത്? ഗോതമ്പിൽ നിന്നാണ്. സോ ഇതിലുള്ള റോ മെറ്റീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോതമ്പാണ്. അവിടുന്ന് മൈദയായിട്ട് കിട്ടുന്നു. ഈ മൈദ പ്രോസസ്സ് ചെയ്ത് മാനുഫാക്ചർ ചെയ്ത് ബിസ്ക്കറ്റ് ആക്കുന്നു, അത് സ്റ്റോർ ചെയ്യുന്നു, പല പല ലൊക്കേഷൻസിലേക്ക് നാഷണൽ ലെവലിൽ അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, ഇനി സ്റ്റേറ്റ് ലെവലിൽ അവിടുന്ന് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അവിടുന്ന് റീജിയണൽ ലെവലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അവിടുന്ന് ഡിസ്ട്രിക്ട് ലെവൽ, പഞ്ചായത്ത് ലെവൽ ഓർ മുനിസിപ്പൽ ലെവലിലേക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നു, അവിടുന്ന് പല രീതിയിലുള്ള ലോക്കൽ സ്റ്റോറുകളോ ഓൺലൈൻ ഷോപ്പ് വഴിയോ എൻഡ് കസ്റ്റമറിലേക്ക് എത്തുന്നു. ഇനിയിപ്പം ഇതിന് ശേഷം റിട്ടേൺ ഉണ്ടെങ്കിൽ അതിനുള്ള പ്രോസസ്സ് ഉണ്ടാവും. സോ ഇതെല്ലാം കൂടെ ചേർന്നതാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. സോ ടെക്നിക്കലി ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിനിലുള്ള സ്റ്റെപ്സ് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. പ്രൊക്യൂർമെൻറ്റ്, പ്രൊഡക്ഷൻ ആൻഡ് മാനുഫാക്ചറിങ്, വെയർഹൗസിംഗ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ, ഫ്രീറ്റ് ആൻഡ് ട്രാൻസ്പോർട്ടേഷൻ, റിവേഴ്സ് ലോജിസ്റ്റിക്സ്. ഇത്രയും സ്റ്റെപ്സാണ് ഞാൻ ഈ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾസിനകത്ത് നിങ്ങളൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഈസിലി മനസ്സിലാക്കാവുന്നതാണ്. ഇതുപോലെ തന്നെ നമ്മുടെ ദൈനംദിന ജീവിതത്തിലുള്ള എല്ലാ പ്രൊഡക്ട്സും, ബീറ്റ് ലാപ്ടോപ്പ്, മൊബൈൽ ഫോൺ, ഇനി ഉപ്പ് തൊട്ട് കർപ്പൂരം വരെയുള്ള എല്ലാ സാധനങ്ങളും ഇതേ രീതിയിലാണ് നമ്മുടെ കൈകളിൽ എത്തുന്നത്. സോ ഇതിനെല്ലാം ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻ്റ് ആണ് നിർവഹിക്കുന്നത്. മൂവിങ് ടു സെഗ്മെന്റ് നമ്പർ 2, ഫ്യൂച്ചർ സ്കോപ്പ് ആൻഡ് ഇൻഡസ്ട്രി ഗ്രോത്ത്. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ പ്രസൻ്റ്ലി തന്നെ എത്രയും സ്കോപ്പ് ഉണ്ട്, ഫ്യൂച്ചറിലാണെങ്കിലും നല്ല ഹൈലി സ്കിൽഡ് ആയിട്ടുള്ള പ്രൊഫഷണൽസിൻ്റെ ഒത്തിരി നീഡുണ്ട്. അതെന്തുകൊണ്ടാണ് അത് വരുന്നതിനുള്ളതിൻ്റെ റീസൺസ് ആണ് നമ്മളൊന്ന് പരിശോധിക്കുന്നത്. സോ ബൈ 2030 2030 ഏകദേശം $18.23 ട്രില്യൺ ഇൻഡസ്ട്രി ആയിട്ടാണ് ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ സെഗ്മെൻറ്റ് മാറാൻ വേണ്ടി പോകുന്നത്. നമുക്കറിയാം $1 ബില്യൺ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അത് വലുതാണ്. അപ്പോൾ $1 ട്രില്യൺ ഇൻഡസ്ട്രി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും അതിൻ്റെ ഒരു അവസ്ഥ? അത് കമ്പൈൻഡ് ആനുവൽ ഗ്രോത്ത് റേറ്റ് ഓഫ് 6.8% ആണ് വരുന്നത്. സോ അതിൽ തന്നെ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഇൻഡസ്ട്രി വരുന്ന ഒരു 10 വർഷത്തേക്ക് വേറെ ലെവലിൽ തന്നെയായിരിക്കും ഗ്രോ ചെയ്യുന്നത്. ഇ കൊമേഴ്സ്, AI ഡ്രിവൺ, ഓട്ടോമേഷൻ, ഡിജിറ്റൽ ട്രാൻസ്ഫോർമേഷൻ തുടങ്ങിയ സെഗ്മെൻറ്റ്സിൽ ഉണ്ടാകുന്ന ഡ്രാസ്റ്റിക് ചേഞ്ചസ് കൊണ്ട് തന്നെ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഫീൽഡിലും ഭയങ്കരമായിട്ടുള്ള ആ ഒരു പ്രൊപ്പോർഷനേറ്റ് ഗ്രോത്ത് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സോ അതുകൊണ്ട് തന്നെ വരുന്ന 5 വർഷത്തിനുള്ളിൽ തന്നെ നിലവിൽ ഉള്ളതിനേക്കാളും 30% മോർ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ പ്രൊഫഷണൽസിനെയാണ് വേൾഡിന് ആവശ്യമായിട്ട് വരുന്നത്. എല്ലാ ഫീൽഡിലും ചേഞ്ചസ് നടക്കുന്നുണ്ട്. അതുപോലെ തന്നെയാണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഫീൽഡിൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് ഗ്രീൻ ലോജിസ്റ്റിക്സ് അങ്ങനൊരു മൂവ്മെൻ്റ് ആണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. സോ ഇതെല്ലാം സൂചിപ്പിക്കുന്നത് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഫീൽഡ് ഹ്യൂജ് കരിയർ സ്കോപ്പ് ഉള്ളതാണ്. സ്കോപ്പ് എന്ന് പറയുമ്പോൾ ഫ്യൂച്ചറാണ്, ബട്ട് അറ്റ് പ്രസൻറ്റിൽ തന്നെ നല്ല സ്കോപ്പുള്ളൊരു ഫീൽഡ് തന്നെയാണ്. നമുക്ക് അടുത്ത സെഗ്മെൻറ്റിലേക്ക് പോകാം. ടോപ്പ് കരിയർ ഓപ്ഷൻസ് ഇൻ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്.
ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ ഹൈ പേയിങ് ആയിട്ട് ഏതൊക്കെ ജോബ് റോൾസ് ആണുള്ളത്, അതിന് എത്രത്തോളം ഏണിംഗ് പൊട്ടൻഷ്യൽ ഉണ്ട് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് ഇൻഡെപ്ത് ആയിട്ടൊന്ന് പരിശോധിക്കാം. ഫസ്റ്റ് ഇൻ ദ ലിസ്റ്റ് ഈസ് സപ്ലൈ ചെയിൻ അനലിസ്റ്റ്. സാലറി റേഞ്ച് വരുന്നത് $60,000 തൊട്ട് $80,000 പെർ ഇയർ ആണ്. നെക്സ്റ്റ് ഈസ് ലോജിസ്റ്റിക്സ് മാനേജർ. $70,000 to $90,000 ആണ് ആനുവൽ സാലറി ആയിട്ട് വരുന്നത്. ദെൻ കംസ് ഓപ്പറേഷൻസ് മാനേജർ. $80,000 to $1 lakh പെർ ആനുമാണ് ആവറേജ് സാലറി വരുന്നത്. ദെൻ കംസ് പ്രൊക്യൂർമെൻറ്റ് സ്പെഷ്യലിസ്റ്റ്. $60,000 to $85,000 പെർ ആനുമാണ് ആവറേജ് സാലറി വരുന്നത്. ദെൻ കംസ് വെയർഹൗസ് ആൻഡ് ഇൻവെൻറ്ററി മാനേജർ. $50,000 to $75,000 പെർ ഇയർ ആണ് ആനുവൽ സാലറി വരുന്നത്. ദെൻ ഫൈനലി ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ഫ്രീറ്റ് മാനേജർ. $65,000 to $90,000 പെർ ഇയർ ആണ് ആനുവൽ സാലറീസ് ആയിട്ട് വരുന്നത്. മൂവിംഗ് ടു ദ നെക്സ്റ്റ് സെഗ്മെന്റ്, ബെസ്റ്റ് കൺട്രി ടു സ്റ്റഡി ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെന്റ്. ഫസ്റ്റ് കൺട്രി ഇൻ ദ ലിസ്റ്റ് ഈസ് ജർമ്മനി. TU ബെർലിൻ, കൂൺ ലോജിസ്റ്റിക്സ് യൂണിവേഴ്സിറ്റി തുടങ്ങിയ 2 യൂണിവേഴ്സിറ്റിയിലെ ലോജിസ്റ്റിക്സ് കോഴ്സാണ് ജർമ്മനിയിലെ ടോപ്പ് ആയിട്ടുള്ളത്. ഏകദേശം 60,000 to 90,000 euros ആണ് ആവറേജ് സാലറീസ് ഈ ഒരു സെഗ്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നവർക്ക് ജർമ്മനിയിൽ കിട്ടുന്നത്. നെക്സ്റ്റ് കൺട്രി ഇൻ ദ ലിസ്റ്റ് ഈസ് USA. USA MIT, മിഷിഗൻ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി, അരിസോണ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി തുടങ്ങിയവയാണ് ടോപ്പ് 3 ഇൻ ദ ലിസ്റ്റ്. ഏകദേശം $75,000 to $110,000 ആണ് ആവറേജ് സാലറീസ് ആയിട്ട് ലോജിസ്റ്റിക്സ് ഫീൽഡിലെ പ്രൊഫഷണൽസിന് USA ലഭിക്കുന്നത്. നെക്സ്റ്റ് ഈസ് UK. ക്രാൻഫീൽഡ് യൂണിവേഴ്സിറ്റി ഓഫ് വാർവിക്കും ഈ 2 യൂണിവേഴ്സിറ്റിയാണ് ലോജിസ്റ്റിക്സ് സെഗ്മെൻറ്റിൽ ടോപ്പ് ആയിട്ടുള്ളത്. ആവറേജ് സാലറീസ് വരുന്നത് $50,000 to ഏകദേശം £80,000 വരെയാണ് ആനുവൽ സാലറീസ് ആയിട്ട് വരുന്നത്. ഫ്രാൻസ് ആണ് ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ഫീൽഡിൽ ടോപ്പായിട്ടുള്ള കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന മറ്റൊരു കൺട്രി. കേഡ്ജ് ബിസിനസ് സ്കൂളും അതുപോലെ തന്നെ നിയോമ ബിസിനസ് സ്കൂളിലെയും ലോജിസ്റ്റിക്സ് കോഴ്സസ് വളരെ പേരുകേട്ടതാണ്. $50,000 to €85,000 പെർ ആനുമാണ് ആനുവൽ സാലറീസ് ആയിട്ട് ഈ ഒരു സെഗ്മെൻറ്റിലെ ടോപ്പ് ഗ്രാജുവേറ്റ്സിന് ഫ്രാൻസിൽ കിട്ടുന്നത്. ഫിഫ്ത്ത് കൺട്രി ഇൻ ദ ലിസ്റ്റ് ഈസ് കാനഡ. യൂണിവേഴ്സിറ്റി ഓഫ് ടൊറൻറ്റോ, യൂണിവേഴ്സിറ്റി ഓഫ് ബ്രിട്ടീഷ് കൊളംബിയ തുടങ്ങിയ 2 യൂണിവേഴ്സിറ്റിയിലെ പ്രസ്റ്റീജിയസ് ആയിട്ടുള്ള ലോജിസ്റ്റിക്സ് കോഴ്സസ് എടുക്കുന്ന ഗ്രാജുവേറ്റ്സിന് നല്ല ഹൈ സാലറീസിൽ എത്താൻ വേണ്ടി പറ്റും. ഏകദേശം $70,000 to $1 lakh ആണ് ഈ ഒരു സെഗ്മെൻറ്റിലെ കാനഡയിലെ ആവറേജ് സാലറീസ് ആയിട്ട് വരുന്നത്. ഞാനിപ്പോൾ ഈ പറഞ്ഞ കൺട്രീസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഓൾറെഡി പ്ലേലിസ്റ്റിൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോസ് ഉണ്ട്. അതിൻ്റെയൊക്കെ തന്നെ ലിങ്ക്സ് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അവൈലബിൾ ആണ്. സോ ഈ കൺട്രീസിനെ പറ്റി ഇൻഡെപ്ത് ആയിട്ട് മനസ്സിലാക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ആ വീഡിയോസ് യൂസ്ഫുൾ ആയിരിക്കും. ഇനി ഇത് ടോപ്പ് 5 ഡെസ്റ്റിനേഷൻസ് ആണ് പറഞ്ഞത്. ഇനി അതുപോലെ തന്നെ സ്വിറ്റ്സർലൻഡ്, UAE, സിംഗപ്പൂർ, ഓസ്ട്രേലിയ, സ്പെയിൻ തുടങ്ങിയ ഡെസ്റ്റിനേഷൻസും ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മേഖലയിൽ വളരെ നല്ല ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്ന കൺട്രീസാണ്. സോ ടോപ്പ് 5 ഓർ നെക്സ്റ്റ് ലിസ്റ്റ് ഓഫ് കൺട്രീസിലാണെങ്കിലും ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ ഫീൽഡിൽ നല്ല കരിയർ ഉറപ്പായിട്ടും ഫ്യൂച്ചർ സ്കോപ്പ് ഉള്ളത് തന്നെയാണ്. സെഗ്മെന്റ് നമ്പർ 5, സ്കിൽസ് റിക്വയർഡ് ടു ഗെറ്റ് ഹയർഡ് ഇൻ ടോപ്പ് ഓർഗനൈസേഷൻസ്. അതായത് ഈ ഒരു ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇത്രയധികം സ്കോപ്പുണ്ട്, പൊട്ടൻഷ്യലുണ്ട്, ഇതെല്ലാ കാര്യങ്ങളും ഓക്കെയാണ്. നല്ല കൺട്രി ചൂസ് ചെയ്യാം, നല്ല യൂണിവേഴ്സിറ്റിയും ചൂസ് ചെയ്യാം. ബട്ട് നമ്മൾ പോകുന്ന ആൾക്ക് അതിനുള്ള റിക്വയർഡ് സ്കിൽസും കൂടെ ഉണ്ടെങ്കിലേ ഈ പറഞ്ഞ കമ്പനീസിൽ ഹയർഡ് ആവുകയുള്ളൂ. സോ ആ ഒരു സ്കിൽസ് എന്ന് പറയുമ്പോൾ 2 സെറ്റ് ഓഫ് സ്കിൽസ് ആണ് വരുന്നത്. സോഫ്റ്റ് സ്കിൽസും വരുന്നുണ്ട്, ടെക്നിക്കൽ സ്കിൽസും വരുന്നുണ്ട്. സോ സോഫ്റ്റ് സ്കിൽസ് ഏതൊക്കെയാണ് നമുക്കൊന്ന് പരിശോധിക്കാം. പ്രോബ്ലം സോൾവിങ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ് സ്കിൽസ്, കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെഗോഷിയേഷൻ സ്കിൽസ്, ലീഡർഷിപ്പ് ആൻഡ് ടീം വർക്ക്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്കൽ സ്കിൽസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. ഡാറ്റ അനലിറ്റിക്സ് ആൻഡ് ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ERP ആൻഡ് SCM softwares like SAP, Oracle, Microsoft Dynamics, വെയർഹൗസ് ആൻഡ് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ ഈ ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഫീൽഡിൽ ഒരു നെക്സ്റ്റ് ലെവലിലേക്ക് വളരാൻ ആഗ്രഹിക്കുന്നവർക്ക് 3 സർട്ടിഫിക്കേഷൻസും കൂടെ യൂസ്ഫുൾ ആണ്. സോ ഫസ്റ്റ് ഈസ് CSCP, സർട്ടിഫൈഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പ്രൊഫഷണൽ. ദെൻ കംസ് CPSM, സർട്ടിഫൈഡ് പ്രൊഫഷണൽ ഇൻ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. അതുപോലെ തന്നെ 6 സിഗ്മ സർട്ടിഫിക്കേഷനും ഈ ഒരു സെഗ്മെൻറ്റ് നെക്സ്റ്റ് ലെവലിൽ പോകാൻ വേണ്ടി ഒത്തിരി യൂസ്ഫുൾ ആണ്. ലോജിസ്റ്റിക്സ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഇൻഡസ്ട്രി ഹ്യൂജ് ആയിട്ടുള്ള കരിയർ ഗ്രോത്ത് പൊട്ടൻഷ്യലും ജോബ് പ്രോസ്പെക്ട്സും ഉള്ള ഒരു സെഗ്മെൻ്റ് ആണെന്നുള്ള കാര്യത്തിൽ ഇനി ആർക്കും സംശയം ഉണ്ടാവില്ല. എന്നാൽ മിക്ക സ്റ്റുഡൻസും ഈ ഒരു സെഗ്മെൻറ്റിൽ കാണിക്കുന്ന ഏറ്റവും ബിഗ്ഗസ്റ്റ് മിസ്റ്റേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോട്ട് ചൂസിങ് ദ റൈറ്റ് കൺട്രി, റൈറ്റ് യൂണിവേഴ്സിറ്റി ആൻഡ് റൈറ്റ് പ്രോഗ്രാം.
ഇതൊരു പർട്ടിക്കുലർ കോമ്പിനേഷൻ വന്നെങ്കിൽ മാത്രമേ നമ്മുടെ ആ ഒരു കരിയർ സക്സസ്സിനുള്ള സ്ട്രോങ് ഫൗണ്ടേഷൻ ആവുകയുള്ളൂ. നല്ലൊരു യൂണിവേഴ്സിറ്റി ആയിരിക്കാം, ബട്ട് അവിടുത്തെ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് മോശമാണെങ്കിൽ ദെൻ നമുക്ക് ആ ഫൗണ്ടേഷനകത്ത് ഒരു കല്ലിന് ഇളക്കം തട്ടിയ പോലെ തന്നെയാണ് അവിടെ വരുന്നത്. കാരണം എപ്പോഴും ഫൗണ്ടേഷൻ, അതായത് ഈ ഒരു ഗ്രാജുവേഷൻ അല്ലെങ്കിൽ ഒരു മാസ്റ്റേഴ്സ് സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നും നമ്മുടെ റെസ്യൂമേൽ ടോപ്പ് നെറ്റിപ്പട്ടം പോലെ കിടക്കുന്നൊരു കാര്യമാണ്. സോ അത് എത്രത്തോളം പവർഫുള്ളായിട്ട് കിടക്കാൻ പറ്റുകയുള്ളൂ ആ ഒരു ഓപ്ഷൻ എത്രയും ബുദ്ധിപരമായിട്ട് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റണം. സോ മേക്ക് ഷുവർ ടു ഗെറ്റ് ദ റൈറ്റ് എഡ്യൂക്കേഷൻ ഗൈഡൻസ്. പ്രത്യേകിച്ച് ഈ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് പോലെ ഒത്തിരി യൂണിവേഴ്സിറ്റി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു കോഴ്സ് ആകുമ്പോൾ എ സ്മോൾ റോങ് ഡിസിഷൻ ക്യാൻ കോസ്റ്റ് യു എ ലോട്ട്. സോ അതുകൊണ്ട് ടേക്ക് യുവർ ഡിസിഷൻ വൈസ്ലി. എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ യു ക്യാൻ പുട്ട് ഇറ്റ് ഇൻ ദ കമൻറ്റ് ബോക്സ്. ആൻഡ് ഇഫ് യു വാണ്ട് ടു കോൺടാക്ട് അസ്, വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഉണ്ടാവും. ആൻഡ് ഇഫ് യു ലവ് ദിസ് വീഡിയോ, hit the like button, share and subscribe this channel. Thanks for watching and see you in another video.